ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ ദിവസത്തെ ഒരു ആഗ്രഹമാണ് ഒരു ഷോർട്ട് ഹെയർ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ വിചാരിച്ചു ശരി ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. ഇറ്റ് ഈസ് ഗ്ലാം എക്സ് ന്യൂ ബിയൽ റോഡിലുള്ളതാണ്. അപ്പം ഇറ്റ് ഈസ് ലൈക്ക് നെയിൽസും ഹെയറും സ്കിന്നും ഒക്കെ ചെയ്യുന്ന ഒരു യൂണിസെക്സ് സലൂണാണ്. അങ്ങനെ ഞാനവിടെ പോയി. അപ്പോൾ അവർ ഏത് ഹെയർ സ്റ്റൈലാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, എനിക്ക് കുറച്ച് വോല്യൂം കുറവാണ്, അപ്പം വോല്യൂം തോന്നിക്കുന്ന രീതിയിൽ ഹെയർ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് അവർ നമ്മുടെ ഹെയറൊക്കെ വാഷ് ചെയ്ത് തരും. സോ എന്നോട് ചോദിച്ചു ഏത് എന്താ പറയുക ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ലോറിയൽ മറ്റേ ടോട്ടൽ 7 റിപ്പയർ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അയാൾ പറഞ്ഞു അതിനെക്കാട്ടി നല്ലത് ലോറിയലിൻ്റെ അബ്സല്യൂട്ടാണ് ബെസ്റ്റ്, അത് യൂസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഷാമ്പൂ ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞ് കുറച്ച് എടുത്താൽ മതി. അവൾ കുറേ നേരം അവർ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു നല്ല ചേഞ്ച് ആയിരുന്നു. ബിക്കോസ് നമ്മളെപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മൾ മസാജ് ചെയ്തിട്ടൊന്നും നമ്മുടെ ഹെയർ വാഷ് ചെയ്യാറില്ലല്ലോ. ബട്ട് വൺസ് ഇൻ എ വൈൽ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം അങ്ങനെ അവർ നന്നായിട്ട് അവർ ചെയ്തിരുന്നു കേട്ടോ. ടവലൊക്കെ വെച്ച് അവർ റാപ്പ് ചെയ്ത്, നമ്മൾ സാധാരണ റഫായിട്ട് തലയിട്ട് തോർത്തുന്ന പോലെയല്ല. സോ ഭയങ്കര സോഫ്റ്റായിട്ടാണ് അവർ നമ്മുടെ ഹെയർ ടേക്ക് കെയർ ചെയ്യുന്നത്. അങ്ങനെ നല്ല പ്രത്യേകമായിട്ട് പിന്നെ അദ്ദേഹം ഒരു സിറമോ എന്തോ പറഞ്ഞാൽ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ആൾ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മീൻവൈൽ മഹേഷ് ചേട്ടനും മോനും പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അകത്ത് കയറിയതാണ്. ബട്ട് അവർ കുറേ സമയം എടുത്തു. ബിക്കോസ് അദ്ദേഹം അത്രയും വളരെ നന്നായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഞാനിപ്പം പോയി ഹെയർ കട്ട് ചെയ്യുന്നവരൊക്കെ വളരെ പെട്ടെന്നാണ് കേട്ടോ ചെയ്യുന്നത്. അവരൊരു തട്ടിക്കൂട്ടൽ പരിപാടിയാണ്. പക്ഷേ അദ്ദേഹം വളരെ നന്നായിട്ട് കുറേ സമയമെടുത്ത് നല്ല പ്രൊഫഷണൽസാണ്. അപ്പോൾ ഞാൻ വൈകിയോട് പറഞ്ഞ് കുറച്ച് എടുക്കാൻ പറഞ്ഞു. ബട്ട് ഷീ വാസ് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാം അവൾ ക്യാപ്ചർ ചെയ്തു. അപ്പം ഇവിടെ ഹെയർ കട്ട് മാത്രമല്ല, നിങ്ങൾക്ക് നെയിൽസ് എന്തെങ്കിലും എക്സ്റ്റൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് അതും ചെയ്യാം. പിന്നെ കളറിങ്, ഹെയർ കളറൊക്കെ ചെയ്യും. അപ്പം ഞാൻ ആ സ്റ്റാർട്ടിങ്ങിലിട്ട് അതിനകത്ത് പ്രൈസും ഉണ്ട്. അപ്പോൾ അവരുടെ എന്തോ ഒരു ഓഫറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഇത് ചെയ്യാവുന്നത്. ഇത് ന്യൂ ബി എൽ റോഡിൻ്റെ അടുത്തുള്ളതാണ്. അതായത് ചിൻഡോങ് റെസ്റ്റോ ബാറിൻ്റെ ജസ്റ്റ് താഴെയാണ് ഈ സംഭവം ഉള്ളത്. അപ്പം താല്പര്യമുള്ളവർ ഇവിടെ വരാം. ആൻഡ് എന്തായാലും ഒരു ഹെയർ കട്ട് എല്ലാവർക്കും ഒരു ചേഞ്ച് ആവശ്യമാണ്. സോ ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് വെച്ചാൽ ഒരു ഹെയർ സ്റ്റൈലാണ് ഒരാളുടെ മൊത്തം ഒരു ലുക്ക് തന്നെ മാറ്റുന്നത്. സോ അങ്ങനെ ഞാൻ വിചാരിച്ചു. എപ്പോഴും എനിക്ക് ലോങ് ഹെയർ ആണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഷോർട്ടായിട്ട് ചെയ്യുന്നത്. സോ കുറേ ദിവസം കൊണ്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ടു ഡൂ ഇറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഓക്കെ ഞാൻ വിചാരിച്ചു ശരി രണ്ടും കൽപ്പിച്ച് അങ്ങ് പോവാം. ഐ ഡോണ്ട് നോ വാട്ട് മൈ മോം ആൻഡ് സിസ്റ്റേഴ്സിന് കുഴപ്പമില്ലായിരിക്കും. മോം ഷീ ഡസൻ ലൈക്ക് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. എപ്പോഴും പറയും കുറച്ച് നീട്ടി വളർത്തണം അങ്ങനെയാണെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് വോല്യൂമും ഇല്ല. ലൈഫ് ഇസ് ഓൺലി വൺസ് അല്ലേ. അപ്പോൾ പിന്നെ ശരി എല്ലാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ സലൂണിൽ വന്നത്. അപ്പം ആർക്കൊക്കെ താല്പര്യമുണ്ട് പ്ലീസ് ഡു ട്രൈ. അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് കട്ട് ചെയ്യും. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, എനിക്ക് വേണ്ടത് വോല്യൂമായിട്ട് തോന്നിക്കണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ അവരെല്ലാം സെറ്റ് ചെയ്ത് ഈ പോണി കെട്ടാൻ രീതിയിലാണ് അവർ കട്ട് ചെയ്തത്. അങ്ങനെല്ലാം സെറ്റായി ഗൈസ്. നോക്കൂ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അങ്ങനെ എൻ്റെ പൊടിയെല്ലാം പോയി ഒരു വേറെ സ്റ്റൈലല്ലേ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.